ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്തബാധിതരുടെ അവകാശമല്ല എന്ന് ഹൈക്കോടതി. ദുരന്തബാധിതർക്ക് ആഡംബരം ആവശ്യപ്പെടാനാകില്ല. മാനുഷിക പരിഗണനയിലാണ് സർക്കാർ പുനരധിവാസം നടപ്പാക്കുന്നത്. വയനാട്ടിലേത് പ്രകൃതി ദുരന്തമാണ്, മനുഷ്യനിർമ്മിത ദുരന്തമല്ലെന്നും ഹൈക്കോടതി. ഉരുൾപൊട്ടൽ മാത്രമല്ല ദുരന്തം, മറ്റു ദുരന്തങ്ങൾ നേരിട്ടവരുമുണ്ട്. അവർക്ക് വേണ്ടിയും പുനരധിവാസം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും ഹൈക്കോടതി. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, കുറച്ച് റഫായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് തോന്നുന്ന തരത്തിലാണല്ലോ ആ വാചകങ്ങളുള്ളത്. ദുരന്തബാധിതർക്ക് ആഡംബരം ആവശ്യപ്പെടാനാകില്ല എന്നും മറ്റും കോടതി പറഞ്ഞിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ ഈ നിലപാട് വന്നിരിക്കുന്നത്? എന്താണ് അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ? സനീഷ്, ഹൈക്കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത് വയനാട് ടൗൺഷിപ്പിൽ വീടിന് പകരം ഉയർന്ന തുക നഷ്ടപരിഹാരം വേണം എന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിലാണ്. സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പിൽ ഓരോരുത്തർക്കും പുനരധിവാസം ഉറപ്പാക്കാനായി വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. ഈ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല, അതിന് പകരമായി ഉയർന്ന തുക വേണം എന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിലാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. കോടതി പറയുന്നത് ഈ രീതിയിൽ ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്തബാധിതരുടെ അവകാശമായി പറയാൻ പറ്റില്ല. അതിന് കോടതി അനുമതി നൽകാനും അനുവദിക്കില്ല. ദുരന്തബാധിതർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ദുരിതബാധിതരുടെ പ്രയോജനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി. വ്യക്തിപരമായ മുൻഗണന നൽകാൻ സർക്കാരിന് കഴിയില്ലെന്നും ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം തന്നെ മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള പുനരധിവാസം ഒരുക്കുന്നത്. ലഭ്യമായ വിഭവങ്ങൾ തുല്യമായി വീതിച്ചു നൽകിയാണ് സർക്കാരിന്റെ ചുമതല. ഇതിൽ ദുരന്തബാധിതർക്ക് ആഡംബരം ആവശ്യപ്പെടാനാവില്ല എന്നാണ് കോടതി പറയുന്നത്. അതോടൊപ്പം തന്നെ ടൗൺഷിപ്പിൽ വീട് ആവശ്യമില്ലെങ്കിൽ അതിന് പകരം ഉയർന്ന തുക നൽകണം എന്ന രീതിയിൽ ദുരിതബാധിതർ ആവശ്യപ്പെടുന്നത് ശരിയല്ല. ഉരുൾപൊട്ടൽ മാത്രമല്ല സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ദുരന്തം, മറ്റു ദുരന്തങ്ങൾ നേരിട്ടവരുമുണ്ട്. അവർക്ക് വേണ്ടിയും പുനരധിവാസം ഉറപ്പാക്കേണ്ടതുണ്ട്. സർക്കാരിന് ഇതിന് പരിമിതിയുണ്ട്. സുരക്ഷിതമായ സ്ഥലത്താണ് ഇപ്പോൾ സർക്കാർ പുനരധിവാസ സൗകര്യം ഒരുക്കുന്നത്. സർക്കാരിന്റെ ഫണ്ട് ഉചിതമായ രീതിയിൽ വിനിയോഗിക്കുകയാണ് വേണ്ടത്. അത് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കോടതികൾക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നന്ദി ഷബ്ന.